സുധാകരനെ വരട്ടാനെന്ന് പറയണ്ട. ഈ ഭരണം കോവിഡിന്റെ ഔദാര്യമാണ്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിങ്ങൾ എന്നും വൈകിട്ട് ടിവിയിൽ വന്നിരുന്ന ആളുകളെ പറ്റിച്ച് നേടിയെടുത്ത ഈ വിജയം എന്നും നിലനിൽക്കുമെന്ന് വിചാരിക്കേണ്ട. ഇതിന് ആയുസ് വളരെ കുറവാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ പാലിക്കണം. ഇപ്പോ ഇഡിക്ക് വിട്ടു സതീശന്റെ കേസ്. നിങ്ങളുടെ ലാവലിൻ കേസ് എന്താ വിചാരണയ്ക്ക് വരാത്തത്? 34 പ്രാവശ്യം മാറ്റിവെച്ചു ലാവലിൻ കേസ്. ആര്? ബി.ജെ.പി. നിങ്ങളും ബി.ജെ.പി ആയിട്ട് എന്താ ബന്ധം? നിങ്ങളും നരേന്ദ്രമോദിയായിട്ട് എന്താ ബന്ധം? എന്തൊക്കെ ഞങ്ങൾക്കറിയാം. നിങ്ങൾ ജയിച്ച് മുഖ്യമന്ത്രിയാകുമ്പോൾ RSSന്റെ ജിഹ്വ കേസരി കവർ പേജിൽ കൊടുത്തു. എന്താ കൊടുത്തത്? കേരളത്തിൽ ഞങ്ങൾക്ക് ഒരേ ഒരു സീറ്റ്, രാജഗോപാൽ. നിയമം ഞങ്ങൾ മേഘാലയ ഗവർണർ കുമ്മനം രാജശേഖരനെ രാജിവെപ്പിച്ച് കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് കരുണാകരന്റെ മകൻ മുരളീധരൻ പാർലമെന്റ് അംഗം വടകര MP-യെ കൊണ്ടുവന്ന് നിങ്ങൾ നിയമത്ത് മത്സരിപ്പിച്ച് ഞങ്ങളുടെ കുമ്മനത്തെ തോപ്പിച്ചു. അന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു, കേരളം UDF ഭരിക്കണ്ട, LDF ഭരിക്കട്ടെ. ഞങ്ങൾ ഒരു സ്വർണ്ണ താമ്പാലത്തിൽ കൊടുത്ത വരദാനമാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനം. അതുകൊണ്ട് നിങ്ങൾക്കെതിരെ കേസില്ല, ED കേസെടുക്കില്ല. നിങ്ങൾ ഉള്ളിൽ നിൽക്കുന്ന ആളുകൾക്കെതിരെ കേസെടുക്കത്തില്ല. ഇവിടെ കുഴൽപ്പണം കൊണ്ടുവന്നല്ലോ കാസർകോട്ട്. അയാൾ മത്സരിച്ച സ്ഥാനാർത്ഥിയെ പിന്മാറ്റാൻ കോടികൾ കൊടുത്തെന്ന് കിട്ടിയവൻ പറഞ്ഞില്ലേ? ജാനുവിന്റെ കേസ് തെളിഞ്ഞില്ലേ? എന്തേ കുഴൽപ്പണക്കാരനായ BJP നേതാവിനെതിരെ നിങ്ങൾ കേസെടുക്കുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല, FIR ഇടുന്നില്ല? അപ്പൊ അന്തർധാര സുവ്യക്തം, അവിശുദ്ധ ബന്ധം സുവ്യക്തം, അവിഹിത ബന്ധം സുവ്യക്തം. അപ്പോ ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ് BJP, RSS, സംഘപരിവാർ, നരേന്ദ്രമോദി, SFI, DYFI, മാർക്സിസ്റ്റ് പാർട്ടി, LDF. ഈ കൂട്ടുകച്ചവടം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ഇനി അധികാരം വിലപ്പോവില്ല. അതുകൊണ്ട് കെ സുധാകരനെ പോലുള്ള ആളുകളെ പരാതി എഴുതി വാങ്ങിച്ച് കേസെടുക്കുന്ന നിങ്ങളോട് പറയാം, ഇതുപോലാണ് ഒരു പെണ്ണിനെ കൊണ്ട് നിങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ പരാതി എഴുതി വാങ്ങിച്ച് കേസെടുത്തത്. നിരപരാധിയായ നിർദോഷിയായ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഉമ്മൻചാണ്ടി, ആ ഉമ്മൻചാണ്ടിക്കെതിരെ എത്ര DGP-മാർ അന്വേഷിച്ചു? ശിവരാജ കമ്മീഷൻ അന്വേഷിച്ചു. ഇപ്പതാ ദിവാകരൻ പറയുന്നു 5 കോടി വാങ്ങിച്ചിട്ടാണ് റിപ്പോർട്ട് കൊടുത്തത്. ഞങ്ങളാരുമല്ല പറഞ്ഞത്, CPI. മാത്രമല്ല ഉമ്മൻചാണ്ടി 10 മാറ്റ തങ്കമാണെന്ന് കോടതിയെല്ലാം പറഞ്ഞില്ലേ? അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞില്ലേ? അതേ അനുഭവമായിരിക്കും ഉമ്മൻചാണ്ടിക്കുണ്ടായ അനുഭവമായിരിക്കും VD സതീശനും സുധാകരനും വരാൻ പോകുന്നത്. കേസെടുക്കും, അപമാനിക്കും, അവഹേളിക്കും, അപകീർത്തിപ്പെടുത്തും. പക്ഷേ 916 10 മാറ്റ തങ്കമായി സതീശൻ മടങ്ങി വരും, സുധാകരൻ മടങ്ങി വരും. പക്ഷേ ഗവൺമെന്റുകൾ മാറി മാറി വരും. ഇന്ന് ഏതെങ്കിലും സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാർ പോലീസിലുണ്ടെങ്കിൽ ഒരു ബിഗ് സല്യൂട്ട്. അതല്ല, പിണറായി വിജയന്റെ 7ാം പത്തികളായി പ്രവർത്തിക്കുന്ന പോലീസുകാരുണ്ടെങ്കിൽ അവരുടെ സ്ഥാനം ചവറ്റുകൊട്ടയിൽ, യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഈ പോലീസ് സേനയ്ക്ക് ഒരു വലിയ മാനമുണ്ട്. ഇന്ത്യ മൊത്തം അംഗീകരിക്കുന്ന സേനയാണ് കേരളത്തിലെ പോലീസ്. അതിനകത്തിരുന്ന് ഈ പുഴുക്കുത്തുകളായി